നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ റെപ്രസെൻറ്റേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തെ പറ്റി പഠിച്ചു. അപ്പം ഏതൊക്കെ രീതിയിലാണ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു മെഷീൻ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ്. അപ്പോൾ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ്, നമ്പേഴ്സ്, ഡിജിറ്റ്സ് അങ്ങനെയുള്ള പല വാല്യൂസും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കൊടുക്കുന്ന ആ ഡേറ്റാസ് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ ബൈനറി ഡിജിറ്റ്സ് അല്ലെങ്കിൽ ബിറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആൾ കമ്പ്യൂട്ടേഴ്സ് ഹൗ ടു ഹാൻഡിൽ ആൽഫാ ന്യൂമറിക് വാല്യൂസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. എല്ലാ കമ്പ്യൂട്ടേഴ്സിലും എന്തുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൽഫാ ന്യൂമറിക്, അതായത് ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ബിറ്റ്സ് അല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ മെത്തേഡാണ് ആസ്കി. ആസ്കി എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതാണ് ആസ്കിയുടെ ഫുൾ ഫോം. അപ്പോൾ ആസ്കി എങ്ങനെയാണ് ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 7 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് യൂസസ് 7 ബിറ്റ് ടു റെപ്രസെൻറ്റ് ഈച്ച് ക്യാരക്ടർ ഇൻ മെമ്മറി. മെമ്മറിയിൽ ഓരോ ക്യാരക്ടറിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ബിറ്റ് 7 ബിറ്റാണ് എവിടെ യൂസ് ചെയ്യുന്നത്, ആസ്കിയിൽ യൂസ് ചെയ്യുന്നത്. ആസ്കി എന്ന് പറഞ്ഞാൽ എന്താണ്, യുണീക്കായിട്ടുള്ള ഒരു ഇൻഡിജർ നമ്പറാണ് ഓരോ ക്യാരക്ടേഴ്സിനും അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു യുണീക്കായിട്ടുള്ള ഇൻഡിജർ നമ്പറിനെയാണ് എന്ത് പറയുന്നത്, ആസ്കി എന്ന് പറയുന്നത്. ആസ്കിയുടെ ഫുൾ ഫോമാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. മെമ്മറിയിൽ ഡേറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്കി ക്യാരക്ടറിൽ എത്ര ബിറ്റ് യൂസ് ചെയ്യും എന്ന് ചോദിച്ചാൽ എത്ര ബിറ്റാണ്, 7 ബിറ്റാണ് ഒരു ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നോക്കിയേ, ഒരു ആസ്കി വാല്യൂ എങ്ങനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, എക്സാമ്പിൾ എന്താണ്, 65നെ ആസ്കിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, 1001 എന്നാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡെസിമൽ വാല്യൂവിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ നമുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് കൺവേർട്ട് ആയത്. അതായത് 65 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ് ഏത്, 10000001 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 65 എന്ന് പറയുന്നത് ഡെസിമൽ വാല്യൂ ആണ്, അതിൻ്റെ ബൈനറിയാണ് ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ. അതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ വാല്യൂസിനെയും എന്ത് ചെയ്യും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 7 ബിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ആസ്കി വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ എത്ര ബിറ്റ് ഉണ്ട്, നിങ്ങൾ തന്നെ എണ്ണി നോക്കിയാൽ നമുക്ക് ഇവിടെ നോക്കാം. നോക്കിയേ, ഇവിടെ എത്രയാണ്, 1 2 3 4 5 6 7 ഇങ്ങനെ 7 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ആസ്കി വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7 ബിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും, 2⁻7 എന്ന് പറഞ്ഞാൽ മാക്സിമം 128 യുണീക്ക് ക്യാരക്ടേഴ്സിനെ ആസ്കി വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആസ്കിയിൽ 128 ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്യാരക്ടറിനെ 7 ബിറ്റ് വെച്ചിട്ടാണ് മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആസ്കി എന്ന് പറഞ്ഞാൽ എന്താണ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ്. അപ്പം മാക്സിമം എത്ര ക്യാരക്ടേഴ്സാണ്, 128 യുണീക്ക് ക്യാരക്ടേഴ്സിനെ നമുക്ക് ആസ്കി വാല്യൂ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ആസ്കി ആണ്. ഈ ആസ്കിയിൽ നമുക്ക് 7 ബിറ്റ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്തതെങ്കിൽ എക്സ്റ്റെൻഡഡ് ആസ്കിയിൽ എന്ത് ചെയ്യാം, 8 ബിറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബിറ്റ് യൂസ് ചെയ്യും, 8 ബിറ്റ് യൂസ് ചെയ്യും. അതായത്
2⁸ ക്യാരക്ടേഴ്സ്. 2⁸ എന്ന് പറഞ്ഞാൽ 256. ഇവിടെ 2�7 128 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റെൻഡഡ് ആസ്കിയിൽ 2⁸ ക്യാരക്ടേഴ്സ്, അതായത് 2⁸ എന്ന് പറയുന്നത് എത്രയാണ്? 256 ആണ്. 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര കൂടെ വരും? 8 ബിറ്റ് 65നെ നമുക്ക് ഡെസിമൽ വാല്യൂവിനെ ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 7 ബിറ്റ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ആസ്കിയിലാണെങ്കിൽ, എക്സ്റ്റെൻഡഡ് ആസ്കിയിലാണെങ്കിൽ 1 ബിറ്റ് കൂടി എക്സ്ട്രാ വരും. അതാണ് 8 ബിറ്റ്. 8 ബിറ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് കൺവേർഷൻ എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ട് വേണമെന്ന് ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട്, അത് പറ്റിയില്ല. എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം നോക്കിയേ, ആസ്കി ഈസ് ഇനഫ് ടു സ്റ്റോർ സ്റ്റാൻഡേർഡ് കീബോർഡ് വാല്യൂസ്. നമ്മുടെ സ്റ്റാൻഡേർഡ് കീബോർഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡിലെ വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ്കി എന്താണ്? ഇനഫ് ആണ്. അതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ ആസ്കി വാല്യൂ വെച്ചിട്ട് അല്ലെങ്കിൽ ആസ്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, മൂന്നാമത്തതാണ് EBCDIC. ഇതെല്ലാം ഫുൾ ഫോമുകൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. EBCDIC എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡാണ് EBCDIC. ഇതും എന്താണ്? ഒരു 8 ബിറ്റ് കോഡാണ് EBCDIC എന്ന് പറയുന്നത്. IBM കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡാണ്. എത്ര ക്യാരക്ടേഴ്സിന്? 8 ബിറ്റ് ആകുമ്പോൾ നമുക്കറിയാം എന്താണ്? 2⁸ ആണ്. മാക്സിമം 256 ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ EBCDICയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിലെൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആസ്കി കോഡിനെ എന്ത് ചെയ്യാം? EBCDICയിലേക്കും കൺവേർട്ട് ചെയ്യാം. EBCDIC കോഡിനെ ആസ്കി കോഡിലേക്കും കൺവേർട്ട് ചെയ്യാം. ഇനി നാലാമത്തേന്ന് പറഞ്ഞാൽ ഇസ്ഹി ആണ്. ഇസ്ഹി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ, നമ്മുടെ ആസ്കി പഠിച്ചു എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആയിരുന്നു എങ്കിൽ ഇസ്ഹി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അതിൽ തന്നെ ഉണ്ട് എന്താണ്? ഇന്ത്യൻ. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? ഇസ്ഹി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ എൻകോഡിംഗ് സ്കീം ഫോർ റെപ്രസെൻറ്റിംഗ് വേരിയസ് റൈറ്റിംഗ് ലാംഗ്വേജ് സിംബൽസ് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയിൽ പല തരത്തിലുള്ള ലാംഗ്വേജസ് ഉണ്ട് ഇല്ലേ? മലയാളം, കന്നഡ, തമിഴ്, അങ്ങനെ പല തരത്തിലുള്ള ലാംഗ്വേജ് ഉണ്ട്. ഒരേ സിമ്പിൾ തന്നെയാണോ എല്ലാ ലാംഗ്വേജിലും യൂസ് ചെയ്യുന്നത്? നമ്മുടെ മലയാളം എഴുതുന്ന കണക്കല്ല തമിഴ് എഴുതുന്നത് അല്ലേ? അപ്പോൾ ഈ പല സിമ്പിൾസ്, പല ലാംഗ്വേജസിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഇസ്ഹി യൂസ് ചെയ്യുന്നത്. ഇസ്ഹിയും എന്താണ്? ഒരു 8 ബിറ്റ് ഡേറ്റ ആണ്. അപ്പോൾ ഇസ്ഹി ഹാസ് ബീൻ റീപ്ലേസ്ഡ് ടു യൂണിക്കോഡ്. ഇപ്പോൾ ഇസ്ഹി എങ്ങനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്? യൂണിക്കോഡിലോട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിക്കോഡ് എന്താണെന്ന് നോക്കാം. യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് യൂണിവേഴ്സൽ ക്യാരക്ടർ സെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ എന്താണ്? 8 ബിറ്റ് ആസ്കി വാല്യൂ 8 ബിറ്റ് ആസ്കിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ക്യാരക്ടേഴ്സാണ് യൂസ് ചെയ്തത്? 256 ക്യാരക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് നോട്ട് ഇനഫ് ഫോർ ഓൾ ലാംഗ്വേജസ് ഇൻ ദ വേൾഡ് ആൻഡ് അതർ സിമ്പിൾസ്. പക്ഷേ ഈ 256 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 8 ബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ പറഞ്ഞു എന്താ? ഇസ്ഹി ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനും നമുക്ക് എന്ത് മതിയായിരുന്നു? 8 ബിറ്റ് മതിയായിരുന്നു. പക്ഷേ നമ്മുടെ ഈ വേൾഡിൽ എത്രത്തോളം ലാംഗ്വേജസ് ഉണ്ട്, ആ ലാംഗ്വേജസിനെ എല്ലാം കൂടി റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് പോരാ? ഈ 8 ബിറ്റ് പോരാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? യൂണിക്കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിക്കോഡിൽ ഇറ്റ് പ്രൊവൈഡ് യുണീക്ക് നമ്പർ ഓഫ് ഫോർ ഓൾ ലാംഗ്വേജസ്. എല്ലാ ലാംഗ്വേജസിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യണം? യുണീക്ക് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ യൂണിക്കോഡിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? 16 ബിറ്റാണ് യൂണിക്കോഡിൽ യൂസ് ചെയ്യുന്നത്. 16 ബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 16 എത്രയായിരിക്കും? 2⁻16 ആയിരിക്കും. അതെന്ന് പറയുന്നത് എത്രയാണ്? 65,536 ക്യാരക്ടേഴ്സ് നമുക്ക് യൂണിക്കോഡ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജസും നമുക്ക് ഏത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? യൂണിക്കോഡ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ യൂണിക്കോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? യൂണിക്കോഡ് കൺസോർഷ്യമാണ്. യൂണിക്കോഡ് കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ
പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് യൂണിക്കോഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഏതെന്ന് പറയുന്നത് യൂണിക്കോഡ് കൺസോർഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ യൂണിക്കോഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ക്യാരക്ടർ സെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. യൂണിക്കോഡ് എന്താണ് 8 ബിറ്റ്, അതായത് ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജസിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, യൂണിക്കോഡ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ISKI എന്ന് പറയുന്നത് എന്തായിരുന്നു, 8 ബിറ്റ് ആയിരുന്നു. ഇന്ത്യൻ ലാംഗ്വേജസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ISKI യൂസ് ചെയ്തിരുന്നത്. ISKI ഇപ്പോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, യൂണിക്കോഡായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിക്കോഡിൽ യൂസ് ചെയ്യുന്ന എത്ര ബിറ്റാണെന്ന് ചോദിച്ചാൽ 16 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. 65,536 ക്യാരക്ടേഴ്സ് നമുക്ക് യൂണിക്കോഡ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ക്യാരക്ടർ റെപ്രസെൻറ്റേഷനിൽ മെയിനായിട്ട് വരുന്നത്, ASCII ഉണ്ട്. ASCII എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. പിന്നീട് എക്സ്റ്റെൻഡഡ് ASCII ഉണ്ട്. ASCIIയിൽ യൂസ് ചെയ്യുന്നത് 7 ബിറ്റ് ആയിരുന്നുവെങ്കിൽ എക്സ്റ്റെൻഡഡ് ASCIIയിൽ 8 ബിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി EBCDIC അതിലും എന്താണ് 8 ബിറ്റാണ്. IBM കമ്പ്യൂട്ടേഴ്സിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, EBCDIC യൂസ് ചെയ്യുന്നത്. പിന്നെ ISKI എന്ന് പറയുന്നത് എന്താണ്, 8 ബിറ്റാണ്. ഇന്ത്യൻ ലാംഗ്വേജസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ISKI യൂസ് ചെയ്തത്. അടുത്ത യൂണിക്കോഡ് എന്ന് പറയുന്നത് എന്താണ്, 16 ബിറ്റാണ്. അതായത് 2⁻16 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജസിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യാം, യൂണിക്കോഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്